ഇതാണ് നമ്മുടെ ഉദ്ദേശം. വെള്ളം തെളിയാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല അറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. വെള്ളം തെളിയാൻ ഒന്നും ചെയ്യാനില്ല, അനക്കാതെ വെക്കണം. അപ്പോൾ വെള്ളം തനിയെന്ന് തെളിഞ്ഞു. ഇതേമാതിരി തന്നെ മനസ്സിനെ തെളിയിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിനെ തെളിയാൻ ഒന്നും ചെയ്യാനില്ല. മിക്കവാറും യോഗ കേന്ദ്രങ്ങളിൽ യോഗ ഇൻസ്ട്രക്ടർമാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പഠിപ്പിക്കണം. സംതിങ് റോങ്. അതോടുകൂടി ഇവർക്ക് ആത്മീയ അനുഭവം ഒരു കാലത്തും ലഭിക്കില്ല എന്നുള്ളതിന് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിനെ നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഓൾ ഓവർ വേൾഡിലും ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കുന്ന ആളാരാണ്? അതും മനസ്സിനല്ലേ. അപ്പൊ അതേതാ മനസ്സ്? ഒരു മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ഒരു മനസ്സ് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങളെ മനസ്സ് ഏതാ? നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണോ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഊർജം അത് സമാഹരിക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് എപ്പോഴുണ്ടാകുമോ അപ്പോഴേ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വിട്ടുകളയാവേണ്ടത്. പുഷ്പം ഫലസ്യ കാരണം ഫലം പുഷ്പവിനാശനം. ലോകത്തിലൊരു പൂ ഉണ്ടാകുന്നതിനാണ്, കായ് ഉണ്ടാവാൻ തന്നെയാണ്. പൂവ് തനിയെന്നെയാണ് വീണു പോവുക. പൂവിനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വീഴ്പ്പിക്കാൻ ശ്രമിച്ചാൽ കായ് ഉണ്ടാവില്ല. അതേപോലെ മനസ്സിനെ വീഴ്പ്പിക്കാൻ യാതൊരു ശ്രമവും നടത്തേണ്ട ആവശ്യമില്ല, മനസ്സ് തനിയെന്നെ വീണുള്ളൂ. അതാണ് മന നിർവിഷയം ധ്യാന. മനസ്സുകൊണ്ടാണ് ഇവിടെ സർവ്വരും ധ്യാനം പഠിപ്പിക്കുന്നത്. മനസ്സ് ഇല്ലാണ്ടാവുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ധ്യാനം തുടങ്ങുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കിണറിൽ പോയി നോക്കുന്ന പോലെയാണ്. ഉച്ച സമയത്ത് കിണറിൽ നോക്കുമ്പം തന്നെ വെള്ളത്തിൽ യാതൊരു ചലനവും ഇല്ലെങ്കിൽ ഉടനെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും. എന്നിട്ട് യാതൊരു ചലനവും ഇല്ലെങ്കിൽ കിണറ്റിൻ്റെ അടിയിലുള്ള വസ്തുക്കൾ നമുക്ക് സൂക്ഷ്മമായി കാണാൻ പറ്റും. യാതൊരു ചലനവുമില്ല, തെളിവുണ്ടെങ്കിൽ ആ കിണറ്റിൻ്റെ അകത്തന്നെ ആകാശവും സൂര്യനെയും കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മനസ്സ് സുതാര്യമായി നിൽക്കുകയും യാതൊരു ചലനമില്ലാണ്ട് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ അകത്തിരിക്കുന്ന ചപ്പ് ചവറുകൾ നമുക്ക് ആദ്യം കാണണം. നമ്മൾ ഒരുപാട് വേസ്റ്റ് ഓഫ് നോളജ് ചപ്പ് ചവറുകൾ കൊണ്ട് നടക്കുകയാണ്. ഇനിയും ഒരുപാട് ചപ്പ് ചവറുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചപ്പ് ചവറുകളാണ് ഈ പഠിപ്പിക്കുന്ന എല്ലാം ചപ്പ് ചവറുകളാണ്. ഈ ചപ്പ് ചവറുകളല്ല ആത്മീയസ്ഥന്മാർ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഉള്ളിലെ ബോധസത്ത നേരത്തെ അറിവ് തന്നെയാണ്. നാരായണ ഗുരുസ്വാമി ഇതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളതൊക്കെ തെരുതെര വീണ് വണങ്ങി ഓതിരുന്നു. അറിവില്ലാത്തവരാരുമില്ല. പക്ഷെ ആ അറിവിന് കാരണമായിരിക്കുന്ന അറിവിനെ സ്വയം അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ആത്മീയത അല്ലെങ്കിൽ മതം. അപ്പോ നമ്മള് ആത്മീയസ്ഥനാവാൻ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല. അതാണ് ആളുകൾ ചിന്മുദ്ര പിടിക്കുന്നതിന്റെ രഹസ്യം അതാണ്. ചിന്മുദ്ര പിടിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിരലാണ് അഹങ്കാരത്തിന്റെ വിരല്. ഈ വിരലുണ്ടല്ലേ നിന്നെ ഞാൻ കാണിച്ചുതരാന്ന് പറയാം, എനിക്ക് വെച്ചിട്ടുണ്ട് ഈ വിരലുണ്ടല്ലേ പറയും. ഈ വിരലോട് പറയില്ലല്ലോ, ഈ വിരലോട് പറയില്ല, ഈ വിരലോടും പറയില്ല. ഇതിനെ കൊണ്ട് തന്നെ പറയണം. ഇത് അഹങ്കാരമാണ്. അഹങ്കാരത്തെ അവരവരിലേക്ക് തന്നെ അടങ്ങുമ്പോൾ മനസ്സ് സുതാര്യമായിക്കൊള്ളും. മനസ്സ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ പറഞ്ഞാലൊന്നും ശാസ്ത്രം ആവൂല എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നത്. ഹിന്ദു ഫിലോസഫിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ക്രിസ്തീയ ഫിലോസഫിയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് ഇസ്ലാം ഫിലോസഫിയിൽ എത്തുമ്പോൾ റൂഹ്, നഫ്സ്, ഹൽബ്. അത് യോഗശാസ്ത്രത്തിലെത്തുമ്പം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അത് ശാസ്ത്രീയമായിട്ട് എടുക്കുമ്പോൾ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല. ഇതൊരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്തൊക്കെയോ യോഗയാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പഠിപ്പിക്കുകയാണ് ലോകത്തിൽ ചെയ്യുന്നത്. ഒന്നും നിങ്ങൾ ആവാനില്ല, ഇപ്പൊ തന്നെ ആയിട്ടാണുള്ളത്. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ആത്മീയസ്ഥനാവാനാണെന്നുള്ളത് മിഥ്യാബോധമാണ് നിങ്ങൾ കളയാനുള്ളത്. ഇപ്പൊ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പേര് ആ വ്യക്തി ജനിച്ച് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുകയാണ്. ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ മുഹമ്മദ് എന്ന് വിളിക്കും, ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നാരായണൻ എന്ന് വിളിക്കും, ഒരു ക്രിസ്തീയ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ജോർജ് എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ ഈ പേര് ആർക്കാണ്? ഓരോരോ മനുഷ്യന്റെ ഓരോരോ അവയവങ്ങൾക്കും പ്രത്യേകം 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 പേരുകളുണ്ട്. അപ്പൊ പേര് ആർക്കാണ്?
ഈ പേരാർക്കാണെന്ന് എപ്പോഴാണോ ഈ വ്യക്തി സ്വയം തിരിച്ചറിയുന്നത്, അപ്പോഴാണ് ഈ 3 വ്യക്തികളും ഒന്ന് തന്നെയായിരുന്നു മനസ്സിലാവുന്നത്. അപ്പം മുഹമ്മദിന്റെ ജീവൻ പോയപ്പോൾ മുഹമ്മദ് പോയി, നാരായണന്റെ ജീവൻ പോയപ്പോൾ നാരായണൻ പോയി, ജോർജിന്റെ ജീവൻ പോയപ്പോൾ ജോർജ് പോയി. എല്ലാം ജീവന് താൽക്കാലികമായി ആരോ ഇട്ടിരിക്കുന്ന പേരിൽ നമ്മൾ നല്ലവണ്ണം ബന്ധിതമായത് കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ബോധസത്യയെ താൻ തിരിച്ചറിയുന്നില്ല. ഞാൻ നാരായണനാണെന്ന് വിചാരിക്കുകയാണ്, ഞാൻ മുഹമ്മദ് ആണെന്ന് വിചാരിക്കുകയാണ്, ഞാൻ ജോർജ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇത് ആരോ ഇങ്ങനെ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്തായി. നിങ്ങൾ അതൊന്നുമല്ല, നിങ്ങൾ ആത്മാവാണ്, നിങ്ങൾ റൂഹാണ്. ആ റൂഹാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പേരിൽ നല്ലവണ്ണം ബന്ധിതമായി കിടക്കുകയാണ്. ആ പേര് ഒരു 100 ആൾ കൂടെ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ നാരായണൻ എന്ന് വെച്ചാൽ 99 ആളും കേൾക്കില്ല, ഈ നാരായണനെ കേൾക്കുള്ളൂ. എന്തുകൊണ്ടാ വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ നാരായണനാണെന്ന വിചാരം നിലനിൽക്കുകയാണ്. ആ വിചാരമാണ് നിങ്ങൾക്ക് ആത്മാവിനെ അറിയാൻ തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിചാരത്തെ ഉപേക്ഷിക്കാത്തവൻ ഒരിക്കലും യോഗിയാകാൻ പറ്റാന്ന് ഭഗവത്ഗീത അടിവരയിട്ട് പറഞ്ഞു കാര്യം അതാണ്. അപ്പൊ ഈ ലോകത്തിൽ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോയി ആർക്കും ഈ ശരിയായ കാര്യം മനസ്സിലാകാത്ത രീതിയിൽ അത്രക്ക് മാത്രം ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ശരിയായ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ സ്വർണത്തിന്റെ മോതിരം ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ചോദിച്ച മാതിരി ഒരാളുടെയും അടിമയാകാൻ നിങ്ങൾ മെനക്കെടരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വതന്ത്രനാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെ, നിങ്ങളുടെ ചിന്താധാരകൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് നിങ്ങൾ നിരീക്ഷണ വസ്തുവായി, നിരീക്ഷണ പാടവത്തോടുകൂടി നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നത്, അപ്പോൾ നിങ്ങൾ സ്വയം ആത്മീയസ്ഥനായി രൂപാന്തരപ്പെട്ടു.